ഹായ് സ്റ്റുഡൻസ്, നമുക്കറിയാം കോവിഡ്-19 അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷവും നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്ന് തൊട്ട് നമ്മുടെ ബയോളജിയുടെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സും, അത് ബയോളജി ആയിക്കോട്ടെ മറ്റേത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലാസ് കൃത്യമായി കാണുക. ഒരു വീഡിയോസ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ബയോളജി ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ബയോളജി ടെക്സ്റ്റും നോട്ടും ഒക്കെ എടുക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ നമ്മുടെ ഫസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ലെസണിൻ്റെ പേരാണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഓക്കെ, എന്താണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ? അപ്പോൾ ബയോസ്ഫിയർ എന്താന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? പാർട്ടാണ് എന്ത്? ബയോസ്ഫിയർ. അത് ഓക്കെ. അപ്പോൾ എർത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണ് എന്ത്? ബയോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ആ ബയോസ്ഫിയറിലെ പ്രൊട്ടക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാഠത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ലെസണിലുള്ള കണ്ടന്റുകളാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ റീസൺസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ബാലൻസിങ് നടക്കുന്നത് എന്ന് നോക്കും. പിന്നെ പിഗ്മെന്റ്സ് ഇൻ ലീവ്സ്, ദെൻ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ലീവ്സിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറും, ദെൻ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, പക്ഷെ അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കെമിക്കൽ ചേഞ്ചസ് ഓഫ് ഗ്ലൂക്കോസ് നിങ്ങൾ പഠിച്ചതാണ്. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസിന് പിന്നെ പ്ലാന്റ്സിൽ വെച്ച് നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് പഠിക്കുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ, ഓഷ്യനിൽ ഫോട്ടോസിന്തസിസിനുള്ള ഇമ്പോർട്ടൻസ്. ദെൻ ലാസ്റ്റ് പ്ലാന്റ് സർവീസസ്, പ്ലാന്റ്സ് നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് ഈ ഒരു ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് 2 ടോപ്പിക്സ് ആണ്. ഗ്ലോബൽ വാർമിങ്ങും ദെൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടോ? സംഗീർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്ററാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റർ. ഇതാണ് ആ പോസ്റ്റർ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിൽ നിന്നും നമ്മുടെ എർത്തിനെ സേവ് ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഗീത എന്തുണ്ടാക്കിയിട്ടുള്ളത്? ആ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണല്ലേ, ഒരു അപകടകരമായിട്ട് എന്തോ ഒന്നാണ്. കാരണം എന്താ പറയുന്നത്? എർത്തിനെ സേവ് ചെയ്യാനാണ് പറയുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൽ നിന്നും എർത്തിനെ സേവ് ചെയ്യുക. അപ്പം അതൊരു ഡേഞ്ചറസ് ഫിനോമിന ആയിരിക്കും അല്ലേ? അപ്പം എന്താണ് ഈ ഡേഞ്ചറസ് ഫിനോമിന ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിന വിച്ച് ലീഡ്സ് ടു ദ റൈസ് ഇൻ എർത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ഫിനോമിനയാണ്. ആ ഫിനോമിന എന്താണ്? നമ്മുടെ എർത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ്. നമുക്കറിയാം സണ്ണിൽ നിന്നും സൺലൈറ്റ് നമ്മുടെ എർത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഫിനോമിനയിൽ ആ ലൈറ്റ്, അതായത് സൂര്യനിൽ നിന്നും എത്തിയിട്ടുള്ള ലൈറ്റ് തിരിച്ച് എന്ത് ചെയ്യുന്നില്ല? റിഫ്രാക്ട് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, റിഫ്രാക്ട് ചെയ്ത് പോകുന്നില്ല. പകരം അത് എർത്തിൽ തന്നെ എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എർത്തിലെ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഫിനോമിനയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചൂട് കൂടല്ലേ. അപ്പോൾ എർത്തിൽ ചൂട് കൂടി വരുന്ന ഫിനോമിനയാണ് ഇത്
ഗ്ലോബൽ വാർമിംഗ്. ഇനി എന്തുകൊണ്ടാണ് എർത്തിൽ ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഫിനോമിന ഉണ്ടാവുന്നത്, അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ കോസസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെവല് കൂടുക. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് മെയിനായിട്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, CFC ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓക്കെ, അതിലേറ്റവും ഡേഞ്ചറസ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് എർത്തിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും മെയിൻ റീസൺ. ഓക്കെ, ഇത് കൂടാതെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിൽ നിന്നുമൊക്കെ പോകുന്ന പുക നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെവൽ എർത്തിൽ കൂട്ടും. പിന്നെ അത് കൂടാതെ ഡിഫോറസ്റ്റേഷൻ, നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. മരങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കറിയാം. പ്ലാന്റ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് ഏതാണ്? ഫോട്ടോസിന്തസിസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിഫോറസ്റ്റേഷനും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും ഒക്കെയാണ് മെയിനായിട്ട് എന്തിൻ്റെ കാരണം? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏതാണ്? ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, ഇനി നോക്കുക, പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദീസ് ടു സെർട്ടൈൻ എക്സ്റ്റെൻറ്റ്. പ്ലാന്റ്സിനെ ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പ്രോസസ്സ് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? പ്ലാന്റ്സും ഗ്ലോബൽ വാർമിങ്ങും തമ്മിലുള്ള, അതായത് ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ പ്ലാന്റ്സിന് പറ്റുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ അറ്റ്മോസ്ഫിയറിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ആര് വേണം? അവിടെ പ്ലാന്റ്സ് വേണം. കാരണം പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന് മാത്രമാണ് ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു പരിധി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ അല്ലെങ്കിൽ എർത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഡേഞ്ചറസ് ഫിനോമിനയാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതുകൂടാതെ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, ഡിഫോറസ്റ്റേഷൻ ഒക്കെ ഇതിനൊരു കാരണമാണ്. ഇനി പ്ലാന്റ്സിന് എന്താണ്? പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദീസ് ടു സെർട്ടൈൻ എക്സ്റ്റെൻറ്റ്. പ്ലാന്റ്സിന് മാത്രമാണ് ഈ ഒരു ഫിനോമിന ഒരു പരിധി വരെ തടയാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസൈസിനെ കുറിച്ചാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഫോട്ടോസിന്തസൈസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സസ്യങ്ങളിൽ, പ്ലാന്റ്സിൽ ഇലകളിൽ വെച്ച് അവയുടെ ആഹാരം അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓഫ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. അപ്പൊ എന്തും കൂടി പറയണം അവിടെ? കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ജലവും ഉപയോഗിച്ച്, അതുപോലെ തന്നെ സൺലൈറ്റിന്റെ പ്രസൻസിൽ, സൺലൈറ്റ് അവിടെ വേണം കേട്ടോ, സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങളുടെ ഇലകളിൽ അവയുടെ ആഹാരം പാകം ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഏത്? ഫോട്ടോസിന്തസൈസ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഫോട്ടോസിന്തസൈസിന്റെ ഓർഗൻ ഓഫ് ഫോട്ടോസിന്തസൈസ് ആൻഡ് കിച്ചൺ ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയറിലെ കിച്ചൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ലീഫാണ് അല്ലേ. അപ്പൊ എന്താണ്? ഓർഗൻ ഓഫ് ഫോട്ടോസിന്തസൈസ് ആൻഡ് കിച്ചൺ ഓഫ് ബയോസ്ഫിയർ ഏതാണ്? ലീഫാണ്. എന്ത്? ഓർഗൻ ഓഫ് ഫോട്ടോസിന്തസൈസ് ആൻഡ് കിച്ചൺ ഓഫ് ബയോസ്ഫിയർ. ഇനി നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചു.
അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ഏതാണ് സെൽ ഓർഗനല്? ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, എന്താ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനൽസ്. നമ്മൾ ഒരുപാട് സെൽ ഓർഗനൽസ് പഠിച്ചിട്ടില്ലേ? മൈറ്റോകോൺട്രിയ പഠിച്ചിട്ടുണ്ട്, റൈബോസോം പഠിച്ചിട്ടുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. മാറിപ്പോവരുത്. പ്ലാന്റിന്റെ സെല്ലിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാന്ന് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഏത്? ക്ലോറോഫിൽ. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ഫോട്ടോസിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളോട് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും, ഫോട്ടോസിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണെന്ന്. അപ്പൊ പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ ആണ്. മനസ്സിലായല്ലോ? ക്ലോറോഫിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു ലീഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ലീഫിന്റെ അപ്പർ സർഫസിലാണോ മുകൾ ഭാഗത്താണോ അതിന്റെ ലോവർ സർഫസിലാണോ ഗ്രീൻ കളർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഏത് ഭാഗത്താണ്? നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? ഗ്രീൻ കളർ ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണ്? അപ്പർ സർഫസിലാണ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ചോദിച്ചാൽ എഴുതണം, more number of chloroplasts seen on the upper part of the leaf than lower part. ഓക്കെ, അപ്പോൾ ഇലകളിലെ ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനലിൽ കാണപ്പെടുന്നത് എവിടെയാണ്? അപ്പർ സർഫസിലാണ്. അതുകൊണ്ടാണ് അപ്പർ സർഫസിന് നല്ല ഡാർക്ക് ഗ്രീൻ കളറും ലോവർ സർഫസിന് കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറും. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് അത് ഗ്രീൻ കളറാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രീൻ കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്ലാന്റ്സിന്റെ ഗ്രീൻ കളറിന് കാരണം ഏതാന്ന് വെച്ചാലും ക്ലോറോഫില്ലാണ്. ഓക്കെ, ഫോട്ടോസിന്തസൈസിന് ക്ലോറോഫിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോക്കുക, പിന്നെ നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ മരങ്ങൾ എടുത്താൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള കൊമ്പുകളൊക്കെ ഇങ്ങനെ കുറച്ച് നീളം കൂടുതലായിരിക്കും. മോൾ ഭാഗത്തുള്ള അതിൻ്റെ ബ്രാഞ്ചുകൾക്ക് നീളം കുറവും, ഏറ്റവും താഴ്ഭാഗത്തുള്ള ബ്രാഞ്ചുകൾ നീളം കൂടുതലും ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ അതിന് കാരണം. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ സൺലൈറ്റ് വേണം അല്ലേ? അപ്പം ഈ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി, അതായത് ഒരു ട്രീയുടെ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അതിൻ്റെ ലഭ്യത കുറയും. അതുകൊണ്ടാണ് ഏറ്റവും താഴത്തുള്ള ബ്രാഞ്ചുകൾ നല്ല നീളം കൂടി വളരുന്നത്. പിന്നെ നമുക്കറിയുന്നതാണ്, നമ്മളൊരു തണലുള്ള ഭാഗത്ത് ഒരു ചെടി നട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം പോയി നോക്കിയാൽ കാണാം അത് വളഞ്ഞിട്ടായിരിക്കും വളർന്നിട്ടുണ്ടായിരിക്കുക. കാരണം എന്താണ്? സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് പ്ലാന്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ മറ്റേതൊക്കെ ഫാക്ടേഴ്സ് ഫോട്ടോസിന്തസൈസിന് ആവശ്യമായിട്ട് വേണം എന്ന് ചോദിച്ചാൽ എഴുതണം. കാർബൺ ഡൈ ഓക്സൈഡ് വേണം നമ്മളെ ഫോട്ടോസിന്തസൈസ് നടക്കാൻ. അതുപോലെ തന്നെ വാട്ടർ വേണം, സൺലൈറ്റ് വേണം, മിനറൽസ് ആൻഡ് സോൾട്ട് വേണം, ക്ലോറോഫില്ലും വേണം. ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ്സും വേണം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫോട്ടോസിന്തസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും ഹെൽപ്പിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസൈസ്. ഫോട്ടോസിന്തസൈസിൻ്റെ ഓർഗൻ അല്ലെങ്കിൽ കിച്ചൺ ഓഫ് ബയോസ്ഫിയർ എന്നറിയപ്പെടുന്നത് ലീവ്സ് ആണ്. പിന്നെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് എ പിഗ്മെന്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ പ്രൊവൈഡ് ഗ്രീൻ കളർ ഇൻ ലീവ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സിന് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അത് ഫോട്ടോസിന്തസൈസിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോറോപ്ലാസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലീഫിന്റെ അപ്പർ സൈഡിലാണ് ദാൻ ലോവർ സൈഡ്. ഓക്കെ, ലോവർ സൈഡിനേക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പർ സൈഡിലാണ്. ഇനി ഫോട്ടോസിന്തസൈസിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ മറ്റെന്തെല്ലാം ഫാക്ടേഴ്സ് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ എഴുതണം. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും വേണം, പിന്നെ വാട്ടർ, സൺലൈറ്റ്, മിനറൽസ് ആൻഡ് സോൾട്ട്, ദെൻ പിഗ്മെന്റ് ലൈക്ക് ക്ലോറോഫിൽ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പം ഇത്രയും കഴിഞ്ഞാൽ
ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് പ്ലാന്റ്സ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ആ ഒരു ബാലൻസിങ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ബാലൻസിങ് നടക്കുന്നത് എന്ന് നോക്കാം. എല്ലാവരും ഈ ഒരു ഫിഗറിലോട്ട് നോക്കുക. ഇവിടെ നോക്കാം, പ്ലാന്റ്സ് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഉള്ളിലോട്ട് എടുക്കും അല്ലെ, അബ്സോർബ് ചെയ്യും. പിന്നെ ഓക്സിജനെയോ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം, ഫസ്റ്റ് പ്ലാന്റ്സ് എന്ത് ചെയ്തു? അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു. എന്തിനാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്? എന്തിനാണ് പ്ലാന്റ്സിനെ? ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഫോട്ടോസിന്തസൈസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തു ഫോർ ഫോട്ടോസിന്തസൈസിന് വേണ്ടി. ഇനി ഈ ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്, ദെൻ ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസൈസിന്റെ എൻഡ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും, ഓക്സിജനെയും ഗ്ലൂക്കോസിനെയും പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും. ഗ്ലൂക്കോസിനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നില്ല, പ്ലാന്റ്സ് ഓക്സിജനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും. ഗ്ലൂക്കോസിനെ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യും. ഓക്കെ, പ്ലാന്റിന്റെ ബോഡിയിൽ തന്നെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യും. ഓക്സിജനെ മാത്രം എന്ത് ചെയ്യും? പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും. ഈ ഓക്സിജനെ ആനിമൽസ് എന്തിനെടുക്കും? റെസ്പിരേഷന് വേണ്ടിയിട്ട് ആനിമൽസ് ഈ ഓക്സിജൻ എടുക്കും. നമ്മൾക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ സ്വീകരിക്കും. മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്ന ഓക്സിജനെ ആനിമൽസ് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. ആനിമൽസ് എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് ആനിമൽസിന് ഇത്? റെസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം, ഈ ഗ്ലൂക്കോസിന്റെ ഏരോയും ഉണ്ടല്ലേ എവിടേക്ക്? ആനിമൽസ് പ്ലാന്റ്സിൽ നിന്നുമാണ് ഫുഡ് കഴിയില്ലേ. ഫുഡിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? പ്ലാന്റ്സിനെയാണ്. അപ്പൊ ഈ പ്ലാന്റ്സിലുള്ള ഫുഡിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മള് മരച്ചീനി കപ്പ എടുക്കുകയാണെങ്കിൽ മരച്ചീനിയെ കിഴങ്ങിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ, ഈ ഫ്രൂട്ട്സിലൊക്കെ എന്തുണ്ട്? ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഫോംസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൽ അതിന്റെ ഫ്രൂട്ട് ആയിക്കോട്ടെ, ഫ്രൂട്ടിലൊക്കെയാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ആനിമൽസ് എടുക്കും. ഇനി ആനിമൽസിന് എന്തിനാണ് ഗ്ലൂക്കോസ് എന്ന് അറിയോ? അതും റെസ്പിരേഷന് വേണ്ടിയിട്ടാണ്. ഇനി ആനിമൽസിന് ഗ്ലൂക്കോസും റെസ്പിരേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന ഓക്സിജനെ ആനിമൽസ് റെസ്പിരേഷന് വേണ്ടി ഉപയോഗിക്കും. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെയും ആനിമൽസ് റെസ്പിരേഷന് വേണ്ടി ഉപയോഗിക്കും. ഇനി റെസ്പിരേഷൻ എന്നുള്ള പ്രോസസ്സിൽ, ശ്വസനത്തിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന വാതകം അല്ലെങ്കിൽ എയർ ഏതാണ്? ഓക്സിജൻ ആണ്. നമ്മൾ പുറത്തോട്ട് വിടുന്ന എയർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ റെസ്പിരേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അപ്പം ഇതിങ്ങനെ ഒരു സൈക്ലിക് ഫോമിലാണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ്സ് ആണ് എന്ത്? അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ബാലൻസിങ് നിലനിർത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് ഇല്ലാതിരുന്ന ഡിഫോറസ്റ്റേഷൻ, നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ബാലൻസിങ് അവിടെ തെറ്റും. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ലെവൽ അവിടെ തെറ്റും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടാൻ തുടങ്ങും. നമ്മൾ ശ്വസിച്ച് റെസ്പിരേഷൻ വഴി പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾക്ക് ഓക്സിജൻ കിട്ടാതിരിക്കും പ്ലാന്റ്സ് ഇല്ലാണ്ടിരുന്നാൽ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഫിനോമിനാസ് എർത്തിലുണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? പ്ലാന്റ്സ് നട്ട് വളർത്തണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനൊക്കെ കുറിച്ചാണ്? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺസ് പറഞ്ഞു അല്ലേ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എർത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഫിനോമിനയാണ് ഗ്ലോബൽ വാർമിങ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്ന് പഠിച്ചു.
ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ക്ലോറോപ്ലാസ്റ്റിനെയും ക്ലോറോഫില്ലിനെയും കുറിച്ച് പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാണ്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് കാണരുത്, നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ് കണ്ടു തീർക്കണം. ഓക്കെ, എന്നിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം, അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.